ഹലോ ഫ്രണ്ട്സ്, ഞാൻ സജസ്റ്റ് ചെയ്തിരുന്നത് അപ്പോൾ പുതുപുത്തൻ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ കേരള ട്രാഫിക്കിൻ്റെ വീഡിയോ ചെയ്യാറുണ്ട്. അതായത് കേരള ട്രാഫിക് മോഡ് നമ്മുടെ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യയിൽ ആഡ് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ എപ്പോഴും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് നമ്മുടെ KBRൻ്റെ ട്രാഫിക് മോഡിൻ്റെ പുതിയത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ KBRൻ്റെ ഏറ്റവും പുതിയ ട്രാഫിക് മോഡ് വന്നിട്ട് അത് ഇന്ത്യൻ ട്രാഫിക് മോഡാണ്. ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഫുൾ വീഡിയോ ആണ് നമ്മളിന്ന് കാണിച്ച് ചെയ്യാൻ പോകുന്നത്. ആ വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ ചാനൽ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ നോട്ടിഫിക്കേഷൻ എബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഗൂഗിൾ എടുക്കുക, KBR കമ്മ്യൂണിറ്റി സെർച്ച് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഫസ്റ്റ് വെബ്സൈറ്റ് വരും, ടീം KBR കമ്മ്യൂണിറ്റി. അപ്പോൾ അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന ശേഷം അടിയിച്ച് ഇതേപോലെ സ്ക്രോൾ ചെയ്യുക. നമ്മുടെ ബസ് ID വേർഷൻ 4.31 ഗ്രാഫിക്സ് മോഡ് ഇറങ്ങിയിട്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ട്രാഫിക് മോഡ് ഇറങ്ങിയിട്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മോഡുകൾ, ബാക്കിയുള്ള മോഡുകളൊക്കെ നമ്മൾ ഇതെല്ലാം കാണിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ വേർഷൻ 4.3.1 ആണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു മോഡാണ്, ഇന്ത്യൻ ട്രാഫിക് മോഡാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഇഷ്ടംപോലെ ലിങ്കുകൾ കാണാം. അപ്പോൾ ഇവിടെ 4.3.1 APK ലിങ്കും അതേപോലെ തന്നെ മോഡ് OBB ലിങ്കും കാണാം. അപ്പോൾ അത് രണ്ടുമാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് ആ ലിങ്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇതേപോലെ നമ്മുടെ ആ ലിങ്ക് ഇങ്ങനെ സ്കാൻ ആയതിനു ശേഷമാണ് ലോഡായിട്ട് വരാം. GP ലിങ്ക്സ് വെബ്സൈറ്റ് ഇതേപോലെയാണ് ലോഡായിട്ട് വരിക. അപ്പോൾ ഇവിടെ മുകളിൽ 15 സെക്കൻഡ് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ 15 സെക്കൻഡ് ഇവിടെ ലോഡ് ആവുന്നത് കാണാം. ഇത് ജസ്റ്റ് വെയിറ്റ് 13 സെക്കൻഡ് 12 സെക്കൻഡ് അങ്ങനെ കാണാം. അപ്പോൾ 15 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ 15 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം വെരിഫൈ ബട്ടൺ വരും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം അടിയിച്ച് സ്ക്രോൾ ചെയ്യുക. ഇതേപോലെ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെയും 15 സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ വരും ഇതേപോലെ. അപ്പോൾ 15 സെക്കൻഡ് പിന്നെയും വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് രണ്ടാമത്തെ 15 സെക്കൻഡ് കഴിഞ്ഞു. അപ്പോൾ വെരിഫൈ ക്ലിക്ക് ചെയ്യുക. നേരത്തെ പോലെ തന്നെ അടിയിച്ച് സ്ക്രോൾ ചെയ്യുക, കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് ഒരു 15 സെക്കൻഡ് കൂടി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ടോട്ടൽ 3 പ്രാവശ്യമാണ് 15 സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരിക. അപ്പോൾ മുകളിൽ 15 സെക്കൻഡ് ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ 15 സെക്കൻഡ് കഴിഞ്ഞു. അപ്പോൾ വെരിഫൈ ക്ലിക്ക് ചെയ്യുക, അടിയിച്ച് സ്ക്രോൾ ചെയ്യുക, കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു വെബ്സൈറ്റിലെത്തും, gplinks.com. അപ്പോൾ അതൊരു 3 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം ഗെറ്റ് ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഷെയർ മോഡ്സിൻ്റെ പേജിലെത്തും. അപ്പോൾ ഈ ഒരു ഫയലാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അടിയിൽ ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഇതേപോലെ ഒരു 4-5-6 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ശേഷം ഇവിടെ ഡൗൺലോഡ് ലിങ്ക് റെഡി എന്ന് കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഇവിടെ സ്റ്റാർട്ട് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫയൽ ഡൗൺലോഡായി സ്റ്റാർട്ട് ആയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ APK ഫയലാണ് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ APK ഫയൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ അടിയിൽ ഇവിടെ ഒരു OBB ഫയലും കാണാം. അപ്പോൾ അതും ഇതേപോലെ സെയിം സ്റ്റെപ്സ് തന്നെയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ രണ്ടും ഡൗൺലോഡ് ചെയ്തിടാം. അപ്പോൾ അതേ നമ്മുടെ 2 ഫയലും ഡൗൺലോഡ് ആയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം APK എക്സ്ട്രാക്ട് ചെയ്യാം. ആ ഫയൽ ക്ലിക്ക് ചെയ്യുക, എക്സ്ട്രാക്ട് ഫയൽസ് ടു കൊടുക്കുക. ഏതെങ്കിലും ഒരു ഫോൾഡർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക, എക്സ്ട്രാക്ട് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഇപ്പോൾ അലാംസ് എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫോൾഡറിൽ എക്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 2 ഫയൽ എക്സ്ട്രാക്ട് ചെയ്യണം, അതായത് OBBയും APKയും. അപ്പോൾ നമ്മുടെ APK എക്സ്ട്രാക്ട് ആയി കഴിഞ്ഞു. നമുക്ക് ഇനി OBBമേ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എക്സ്ട്രാക്ട് ഫയൽസ് ടു കൊടുക്കുക, ഫോൾഡർ സെലക്ട് ചെയ്യുക, എക്സ്ട്രാക്ട് ചെയ്യുക. സെയിം സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ നേരത്തെ ചെയ്ത സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ OBBയും APKയും ഇത് എക്സ്ട്രാക്ട് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി APK ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ APK ഇൻസ്റ്റാൾ ചെയ്യാൻ കൊടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ APK ഫയൽ ഇൻസ്റ്റാൾ ആയതുകൊണ്ട്. അപ്പോൾ നമ്മുടെ APK ഇൻസ്റ്റാളായി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഓപ്പൺ ആയിട്ട് വരാം. അപ്പോൾ ഇത് ജസ്റ്റ് ഇവിടെ എലോ കൊടുക്കണം. അതിന് ശേഷം ഇവിടെ മെലിയോ എന്ന് വരും. അതിന് ശേഷം ഇതേപോലെ വൈറ്റ് സ്ക്രീൻ വരും. അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ OBB ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ സെറ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കണം. അപ്പോൾ ഞാൻ സെറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എക്സ്ട്രാക്ട് ചെയ്ത ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മുടെ OBBയുടെ ഫയൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതേപോലെ മെയിൻ ഫയൽ കാണാം. അത് അമർത്തി പിടിക്കുക, കോപ്പി അല്ലെങ്കിൽ കട്ട് എടുക്കുക, മുകളിൽ അമർത്തുക, ഡിവൈസ് സ്റ്റോറേജ് എടുക്കുക, ആൻഡ്രോയിഡ് എടുക്കുക, OBB എടുക്കുക, ബസ് സിമുലേറ്റർ എടുക്കുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഫയൽ പേസ്റ്റ് ആയിട്ട്. അപ്പോൾ നമ്മുടെ ഗെയിം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ വൈറ്റ് സ്ക്രീനൊക്കെ മാറിയിട്ട് നമ്മുടെ ഇപ്പോൾ ടീം KBR ഒഫീഷ്യൽ എന്നൊക്കെ അവിടെ എഴുതിയിട്ട് നമ്മുടെ ഗെയിം ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓവറോൾ ലുക്ക്, അതായത് ബാക്കിലത്തെ സൈഡിലത്തെ ലുക്ക്. ഇതവിടെ KBRൻ്റെ ലോഗോ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്. അപ്പോൾ ഇത്രയും കുറച്ച് ലൈറ്റിംഗ് ഒക്കെ ഉള്ളൊരു ബസ്സാണിത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ ട്രാഫിക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് ജസ്റ്റ് ഫ്രീ മോഡ് എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യൻ ട്രാഫിക് മോഡ്. നമ്മുടെ ഇന്ത്യയിലത്തെ കുറേ വണ്ടികൾ കാണാൻ പറ്റും. അതായത് ജസ്റ്റ് ഇപ്പം നമ്മൾ ജസ്റ്റ് ഗെയിം കളിച്ച് തുടങ്ങിയുള്ളൂ. അപ്പോൾ അതേ വണ്ടികൾ കണ്ടു തുടങ്ങിയിട്ട് നമ്മുടെ ചെറിയ ചെറിയ പെട്ടി വണ്ടികൾ പോലത്തെ വണ്ടികൾ, പിന്നെ അതുപോലെ തന്നെ കാറുകൾ കാണാൻ പറ്റും. നമ്മുടെ കേരള ട്രാഫിക് മോഡിലത്തെ പോലെ തന്നെ കുറേ വണ്ടികൾ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ KSRTCയിലെ വോൾവോ പോലത്തെ ബസ്സൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കേരളത്തിലെ നമ്മുടെ ഇന്ത്യയിലെ വണ്ടികൾ കാണാൻ പറ്റും. ഇഷ്ടംപോലെ ബസ്സുകൾ വരുന്നുണ്ട് അവിടെ നിന്ന്.
ഇതേപോലെ ടൂറിസ്റ്റ് ബസ് പോലത്തെ കുറേ വണ്ടികളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യൻ ട്രാഫിക് കോഡ്. പിന്നെ അപ്പോൾ അതിന് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ വുഡൻ ഇൻറ്റീരിയറാണ് നമ്മുടെ വണ്ടിയിലുള്ളത്. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ വരുന്നത്. പിന്നെ അപ്പോൾ തന്നെ ലൈറ്റിങ് കാണിച്ചൊന്നുണ്ടായില്ല. അപ്പോൾ ഇതാണ് ടോട്ടൽ ലൈറ്റിങ് വരുന്നത്. അപ്പോൾ ഇത്ര ലൈറ്റിംഗ് ഒക്കെയാണ് നമ്മുടെ വണ്ടിയിലുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിലേക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോ അതിന് നോട്ടിഫിക്കേഷൻ എവിടെ നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യപ്പെടുത്തുക. അപ്പോൾ വീഡിയോ കണ്ടതുമായി അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.